എല്ലാവർക്കും നമസ്കാരം. ആദർശിന്റെയും നയനയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന അനാമിക പക്ക ഫ്രോഡാണെന്ന് തന്നെ ആദർശിന്റെ കാര്യങ്ങൾ മനസ്സിലായി. അവള് മുന്നേ വിവാഹം കഴിച്ചിരിക്കുന്ന വിവേകും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോയൊക്കെ കണ്ടു നമ്മുടെ ആദർശ് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ഈശ്വര, ഇതുപോലെയുള്ള ഒരു വ്യക്തിയാണോ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ പോകുന്നത്? എന്തായാലും ഈ വിവരങ്ങൾ മുഴുവനും മൂർത്തി മുത്തശ്ശനെ അറിയിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ആദർശ് ഈ കിട്ടിയ ഫോട്ടോയൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് വരിക. വന്ന പാടെ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ വലിയ കാര്യത്തിന്, അതും ഇത്രയും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്? നിനക്ക് എന്തുണ്ടെങ്കിലും ഈ മുത്തശ്ശൻ്റെ അടുത്ത് തുറന്ന് പറയാമല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിയും വന്നു. മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എൻ്റെ മുത്തശ്ശി, ഞാൻ മുത്തശ്ശനോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാ. ദേ, നമുക്ക് ഈ വിവാഹം അത് നടത്തണോ വേണ്ടേ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശിയാണെങ്കിലോ, എടാ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ എന്താ ഇപ്പം എനിക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നീ അനിയുടെ ഒപ്പം ചേരുകയാണോ? ദേ, ഈ കല്യാണം തീരുമാനിച്ചത് നിന്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കല്യാണം നടത്തിയിട്ടേ അടങ്ങുള്ളൂ. അറിയാലോ നിനക്ക് മുത്തശ്ശൻ്റെ സ്വഭാവം. അദ്ദേഹം വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്നും പിന്മാറില്ലാന്ന്. അതുകൊണ്ട് എൻ്റെ മക്കള് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയാനാണ് വരുന്നതെങ്കിൽ ഇനി മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, വിവാഹത്തിന് ശേഷം മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ്. അപ്പം മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പറയുന്നത് അവന് ഇഷ്ടമില്ലാത്ത വിവാഹം ആയതുകൊണ്ട് ഇത് മുടക്കാനൊന്നും അല്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. മുത്തശ്ശ, ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് ഈ ഫോട്ടോ എടുത്ത് കൊടുത്തു. മുത്തശ്ശൻ അതെടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ അനാമികയും വിവേകും കൂടി കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ ആ ഒരു വെഡ്ഡിങ് ഫോട്ടോയാണ്. ഇത് കണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് നീ എങ്ങനെ സംഘടിപ്പിച്ചു? അല്ല, ഏത് ഫോട്ടോഷോപ്പിൽ കയറ്റിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് ആദർശിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ, ഞാൻ എങ്ങും പോയി കൊണ്ടുവന്നതൊന്നും അല്ല, ഇത് നടന്ന സംഭവമാണ്, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തിനാ മുത്തശ്ശനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എടാ മോനെ, നീ എൻ്റെ കൊച്ചുമകനാണ്. ദേ, നീ എന്നോട് അത്യാവശ്യം സ്നേഹമുള്ളൊരു കൊച്ചുമകൻ തന്നെയാണ്. പക്ഷേ നിനക്കും അതുപോലെ തന്നെ നിന്റെ അനുജനുണ്ടല്ലോ അനി, അവനുമൊക്കെ ഈ കല്യാണത്തോട് എന്തൊക്കെയോ ഒരു ചെറിയ വിരക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീയൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നൊരു ഫോട്ടോ അല്ലേടാ ഇതെന്ന് ചോദിക്കുക മുത്തശ്ശൻ്റെ ഈ ചോദ്യം കേട്ടതും നമ്മുടെ ആദർശ് പറഞ്ഞു, മുത്തശ്ശ, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ, ഞങ്ങൾ സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ദേ, അഭിയുടെ കൂട്ടുകാരനാണ് ഈ വിവേകിനെ കല്യാണം കഴിച്ചത് അനാമികയാണ്. അനാമികയും ഇവനും കൂടി 7 മാസത്തോളം ഒരുമിച്ച് താമസിച്ചതാണെന്നും കൂടി ആദർശ് പറഞ്ഞു. എൻ്റെ മോനെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വിവാഹത്തിന് ശേഷം പറയാം. ഇനിയിപ്പം ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നമ്മുടെ ആദർശനോട് ദേഷ്യപ്പെടുക. മുത്തശ്ശ, ഞാൻ പറയുന്നത് മുത്തശ്ശൻ ഒന്ന് വിശ്വസിക്ക്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനി അങ്ങോട്ട് വന്നു. അനി വന്നിട്ടാണെങ്കിലും, മുത്തശ്ശ, ഏട്ടൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഏട്ടൻ ഈ വിവാഹം മുടക്കാൻ വേണ്ടി പറയുന്നതല്ല. അവള് പക്ക ഫ്രോഡാണ് എന്നുള്ള കാര്യം നായനേട്ടത്തിക്ക് വരെ പിടികിട്ടിയതാണ്. ഏട്ടത്തി അതൊന്നും മുത്തശ്ശൻ്റെ അടുത്ത് പറയാതിരുന്നതാണ് എന്നൊക്കെ കൂടി അനാമികയെ കുറിച്ചിട്ട് നമ്മുടെ അനി ഇങ്ങനെ സംസാരിക്കുമ്പം, എടാ, നിന്റെ കരണം അടിച്ച് പൊട്ടിക്കാത്തത് ഞാനൊരു മര്യാദക്കാരനായതുകൊണ്ട് മാത്രമാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് നീയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ദേ, ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണം, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ താക്കീത് കൊടുത്തു. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തിൽ അങ്ങ് പോവുക. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആദർശം അതുപോലെ തന്നെ അനിയൊക്കെ സംസാരിച്ചത്. മുത്തശ്ശൻ എന്ന് പറയുന്ന ആ വൻമരത്തെ തോൽപ്പിച്ചിട്ട് ഇവർക്ക് ആ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടത്തിൽ നമ്മുടെ ആദർശം അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നയന വന്നിട്ട് നമ്മുടെ ആദർശനോട് പറഞ്ഞു, ദേ ആദർശേട്ടാ, വെറുതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു വഴി അത് തെളിഞ്ഞു വരാതെ ഇരിക്കില്ല. ഇപ്പം തന്നെ നന്ദുവാണ് ഇതിനൊക്കെ പിന്നിൽ കളിച്ചതെന്നും നന്ദുവിനെ അനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു വൃത്തികെട്ട കളി കളിച്ചതെന്നും ഒക്കെ ജാനകി ആൻറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയില്ലേ. അതുകൊണ്ട് ഇനിയിപ്പം ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നേടിയെടുക്കാൻ പോകുന്നില്ല. മുത്തശ്ശന് ഇതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് സഹിതം മുത്തശ്ശൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എടി, അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ വിവാഹ ഫോട്ടോ? എൻ്റെ ആദർശേട്ടൻ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്?
ഇപ്പം ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാനാണോ പ്രയാസം? അതുകൊണ്ട് മുത്തശ്ശൻ അതൊന്നും വിശ്വസിക്കില്ല. മറ്റാരെങ്കിലും കൊണ്ട് നമ്മൾ വിശദമായിട്ട് ഈ നടന്ന ചതി അത് മുത്തശ്ശനെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കാന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്തവർ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്